പി സി ജോർജിന് ഒരു പാളിച്ച പറ്റിയത് ഞാൻ കണ്ട് ഒരു ഫോൺ സംഭാഷണം പുറത്തു പോയതാണ് പി സി ജോർജിന്റെ ലൈഫിനെ ഒന്ന് പ്രശ്നമായത്. ഏതാന്ന് പറഞ്ഞു ചക്കര എന്നുള്ള വിളി. എന്റെ ദൈവം, ഞാൻ എല്ലാ പെണ്ണുങ്ങളും ചക്കര എന്നാ വിളിക്കുന്നത്. അയച്ച് കിടന്നു പോയെന്ന് തോന്നിയോ? ആ ചക്കര വിളി ഇപ്പോഴും ആ കൊച്ചിന് ചക്കര പെട്ടെന്ന്. പിന്നെ എന്തിനാണ് അത് ലീക്ക് ഔട്ട് ആയി പോയത്? ലീക്ക് ഔട്ട് ആയപ്പോ ഞാൻ എന്റെ മോള് ആർക്കും കൊടുക്കുമല്ലോ, കുളിച്ചു വെച്ചോളം വല്ലതും ഉണ്ടോ? അത് ആരെവിടെ കേൾപ്പിച്ചോളാൻ പറഞ്ഞാൽ ഞാൻ ചക്കരപ്പണെന്ന്. അവളെ മാത്രമല്ല, ഞാൻ എൻ്റെ കുഞ്ഞു വെച്ചുണ്ട് അമ്മുക്കുട്ടിയെ ചക്കര എന്ന് വിളിക്കും, ചക്കര കൊച്ചെന്ന് വിളിക്കും. എത്ര പെണ്ണുങ്ങളെ ചക്കരപ്പണെന്ന് വിളിക്കുന്നത്? അതിന് സ്നേഹം, ആ സ്നേഹം കൊടുക്കുന്നത്. എനിക്ക് ഈ ആ പെണ്ണിലെ പേര് പറയാൻ പാടില്ലാത്ത പറഞ്ഞത് അവളോട് എനിക്ക് പേരേക്കില്ല, പാവം ശുദ്ധിയായ പെൺകുട്ടി, അവളെ നശിപ്പിച്ചില്ല നാറി രാഷ്ട്രീയക്കാരെല്ലാം കൂടെ. എനിക്ക് അവളോട് കൊച്ചോട് സഹതാവുക, അതുകൂടെ അതിനെപ്പറ്റി പറഞ്ഞത് ശരിയല്ലല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ഫോൺ കോളും വാങ്ങി. ഏതാ? ഈരാറ്റുപേട്ടെന്നൊരു ഫോൺ കോള് മുസ്ലിം ആളുകളെ കുറിച്ച്, അതും ലീക്കൗട്ടായി. അതും ഒരു പരാജയത്തിലേക്ക്. അത് പരാജയമല്ല. ആ ഫോൺ കോൾ എന്റേതല്ല, എന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തതാണ്. ആ പി സി ജോർജ് വാദിച്ചിട്ടില്ലോ ഇതുവരെ? വാദിച്ച് ജയിക്കാൻ നോക്കിയിട്ടില്ലോ? എന്റെ എല്ലാ ശബ്ദവും മാപ്പ് വരെ പറഞ്ഞു നോക്കി. അങ്ങനൊന്നും പറയണ്ട, ഞാനത് വളരെ വ്യക്തമായിട്ട് എന്റേതല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്റെ നാട്ടിലുള്ള ആളുകൾക്കല്ല എന്റേതല്ലെന്ന് ബോധ്യമുണ്ട്. അത് മതി എനിക്ക്. എല്ലാവരും ബോധ്യപ്പെടുത്തി എനിക്ക് എന്നാ കിട്ടാനാ? എനിക്ക് എന്നാ കിട്ടാൻ? ഈരാറ്റുപേട്ടയിൽ നിന്നും പൂഞ്ഞാലിൽ നിന്നും 7 തവണയാണെന്ന് തോന്നുന്നു, 7 തവണയും അല്ലെ 7 തവണയും വിജയിച്ചു വന്നെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് കൂടിയാണ് വിജയിച്ചത്. മുസ്ലിങ്ങളുടെ അല്ല, മനുഷ്യൻ വോട്ട് മേടിച്ചാണ് ജയിച്ചത്. അന്ന് അങ്ങനെയല്ല പറഞ്ഞത്, മുസ്ലിങ്ങളുടെ വോട്ട് എന്നാ പറഞ്ഞിരുന്നത്. മുസ്ലിം ഏത് കല്യാണ വീട്ടിലും മുസ്ലിങ്ങളെ കല്യാണ വീട്ടിലും മടിക്കുത്തു എത്തി അടുക്കളയിൽ വരെ ചെന്നുന്ന ഒരു പി സി ജോർജ് ആയിരുന്നു അവർക്ക് ആവശ്യം, അവരെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത് പി സി ജോർജ് ഇട്ടാ കുപ്പിയിൽ ഇറക്കിയത് അവന്മാര്. അപ്പൊ അത് മര്യാദയാണ്. പി സി ജോർജ് ആ സംഭാഷണമല്ലേ അവരെ അല്ല, ആ സംഭാഷണം പിന്നെ ഉണ്ടാക്കിയതില്ലേ അവന്മാര്. ആ സംഭാഷണമൊന്നുമല്ല. എന്നാ സംഭവം, SDP ഗുണമില്ലാത്തവന്മാരാണ് ഞാൻ പറഞ്ഞു. അവന്മാർ കാണിക്കുന്നത് പൂക്കൃത്തരമായത്. ഇനി ഞാൻ എപ്പോഴാണ് SDP വളർത്താൻ നിന്ന് കൊടുത്തത്, അവരുടെ സേവനം വെച്ച്. പക്ഷെ അവർ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു, അവനെ കാലുവെട്ടി. അന്നേരം ഞാൻ വിളിച്ചു, കാലുവെട്ട് പാർട്ടിയാണ്, ഞാൻ നിങ്ങൾക്ക് പിന്തുണയില്ലെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മുടെ വാദ്യാരുടെ കാലും വെട്ടി. അന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചത്, മോശം പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തവരെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനം നമ്മുടെ മഹാരാജ് കോളേജിൽ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന അഭിമന്യു എന്ന് പറയുന്ന ഒരു പട്ടികജാതിക്കാരൻ കൊച്ചൻ, വളരെ മിടുക്കനും മാന്യനും. അവനെ നമ്മുടെ എറണാകുളത്ത് 22ഓളം BJP ഈ SDP നേതാക്കന്മാരെ എന്ന് വെട്ടിക്കൊന്നു. മനസ്സാക്ഷിയുണ്ടോ അവന്മാർക്ക്? അവൻ്റെ തെറ്റന് അവനിങ്ങനെ SFIക്കാരനായി പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഇവന്മാരുടെ വിദ്യാർത്ഥികളുടെ വളർച്ചയില്ലെന്ന്. അതുകൊണ്ട് അവനെ കൊന്നിച്ച് പോപ്പുലറിനെ വളർത്താൻ അന്ന് ഞാൻ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞ. പിന്നെ ഇവന്മാരുടെ ഒരു സ്നേഹമില്ല. അതാണ് പേട്ടയിലുണ്ടായത്, അതല്ലാതെ വേറൊന്നും പേട്ടയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.